Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാം ആണ് നെക്സ്റ്റ് നടക്കാൻ പോകുന്നത്. അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങളുടെ വീഡിയോ, ദെൻ എക്സാം റിലേറ്റഡ് ലൈവ്, ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിൽ വരുന്നതും പാർട്ട് ബിയിൽ വരുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. സോ ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലെ 280 ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOM-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. ക്ലാസ് കേട്ട് ഡൗട്ട് ഉള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്നാ പിടിച്ചോ. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണ്, ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്, മോർ ദാൻ അഡ്വാൻറ്റേജസ്. അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡിഫറൻസ്. അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാത്രമല്ല, കോസ്റ്റ് അക്കൗണ്ടിങ്ങും നോക്കിയിരിക്കണം. 280 ചോദിക്കാറുള്ളതാണ് അക്കൗണ്ടിങ് ഡിഫറൻസ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ ചോദ്യം. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് പെർഫോമൻസ് മെഷർമെന്റ്, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുള്ളതാണ് 280. അതിൽ ആദ്യം പെർഫോമൻസ് മെഷേഴ്സിലെ ഫിനാൻഷ്യൽ മെഷർമെന്റിൽ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ റെസിജ്വൽ ഇൻകം. ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച റെസിജ്വൽ ഇൻകം ആണ്. റെസിജ്വൽ ഇൻകം, അതുപോലെ തന്നെ ഇക്കണോമിക് വാല്യൂ ആഡഡ്, EVA. സോ ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ 280 പ്രതീക്ഷിക്കുന്നുണ്ട്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് ആ ഒരു ചാപ്റ്ററിൽ തന്നെയുള്ള മറ്റ് 1-2 ടോപ്പിക്കുകളിലോട്ടാണ് നമുക്ക് പോകാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് KPI. എന്താണെന്നുള്ളത് നമുക്ക് 280 പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഉള്ളതാണ് ബാലൻസ് സ്കോർ കാർഡ്, നോക്കിയിരിക്കണം. ദെൻ ബാലൻസ് സ്കോർ കാർഡ് കഴിഞ്ഞാൽ പിന്നെ ആ ചാപ്റ്ററിൽ ന്യൂ ഹൊറിസോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് സോഷ്യൽ കോസ്റ്റ് ബെനഫിറ്റ്സ് അനാലിസിസ്. മറ്റൊരു ചോദ്യം പിന്നെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, നോക്കിയിരിക്കണം. ഇതിലേതെങ്കിലും 1-2 ചോദ്യങ്ങൾ വരുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്, ഞാൻ ഷോർട്ടാക്കി എഴുതണല്ലോ, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് നോക്കിയിരിക്കണം. നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണത്. ദെൻ പിന്നെ നമുക്ക് TQM, ദെൻ കൈസൺ, ദെൻ JIT, ഇതൊക്കെ മാറി വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. JIT, ബാലൻസ് സ്കോർ കാർഡ്, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ചാപ്റ്ററിലുള്ള ഈ പറഞ്ഞ ടോപ്പിക്കുകൾ KPI, ബാലൻസ് സ്കോർ കാർഡ്, സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, ദെൻ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്, TQM, കൈസൺ, JIT, ഇതിലേതെങ്കിലും ഒരു 2 മുതൽ 3 ചോദ്യങ്ങൾ, 2 ചോദ്യങ്ങൾ മിനിമം ഞാൻ 280 പ്രതീക്ഷിക്കുന്നുണ്ട്. നിർബന്ധമായും നോക്കിയിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതാണ് മറ്റൊരു ചോദ്യം. ദെൻ നെക്സ്റ്റ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കോസ്റ്റ് സെൻറ്റർ എന്താണ്, സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ്
തേർഡ് ചാപ്റ്ററിൽ നിന്ന് റിസ്ക് എന്താണ്, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് എന്താണ്, അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്നാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം, ചോദിക്കാറുള്ളതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ സെയിം ചാപ്റ്റർ മൂന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പല ടെക്നിക്സ് ഉണ്ട്, ഈ പറയുന്ന റിസ്ക് അഡ്ജസ്റ്റഡ് ടെക്നിക്സ് ഉണ്ട് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡ് അതെന്താണെന്നുള്ളത് ചോദിക്കാം. അതുപോലെ തന്നെ മറ്റൊരെണ്ണമാണ് സെർട്ടനിറ്റി ഈക്വലൻ്റ് മെത്തേഡ്, മറ്റൊരു മെത്തേഡ്. പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള 1-2 മെത്തേഡുകൾ എന്ന് പറയുന്നത് മോഡേൺ മെത്തേഡുകളാണ്. സോ മോഡേൺ മെത്തേഡിൽ സെൻസിറ്റിവിറ്റി അനാലിസിസ്, ദെൻ ഡിസിഷൻ ട്രീ അനാലിസിസ്, സിമുലേഷൻ ടെക്നിക്ക്, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടെക്നിക്ക്. മോഡേൺ ടെക്നിക്കിലെ കുറച്ച്, പിന്നെ പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ് ഉണ്ട്, പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്താണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. നിർബന്ധമായും നോക്കിയിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതാണ് 2 വെയിറ്റേജിൻ്റെ നമ്മൾ മൊഡ്യൂൾ നമ്പർ 3 നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ എന്താണ് റിസ്ക് അഡ്ജസ്റ്റഡ്, സെർട്ടനിറ്റി ഈക്വലൻ്റ്, സെൻസിറ്റിവിറ്റി അനാലിസിസ്, ഡിസിഷൻ ട്രീ, സിമുലേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ്, പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ്. ഇതിലേതെങ്കിലും ഒരെണ്ണം എപ്പോഴും വരുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, അതുപോലെ തന്നെ അതിൽ നിന്ന് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താണ്, പിന്നെ CVP അനാലിസിസ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്താണ്, റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളതാണ് കീ ഫാക്ടർ എന്താണ്, കണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ നമുക്കതിൽ BEP, ദെൻ മാർജിൻ ഓഫ് സേഫ്റ്റി, PV റേഷ്യോ, ഇതൊക്കെ എന്താണെന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, അതിലേതെങ്കിലും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം 2 വെയിറ്റേജിൻ്റെ. പിന്നെ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അതെന്താണ്. ദെൻ അതിൽ പല വാരിയൻസസ് ഉണ്ട്, ചിലപ്പോൾ അതിലേതെങ്കിലും ഒരു വാരിയൻസ് ചോദിക്കാം. ഒരു പ്രാവശ്യം സെയിൽസ് വാരിയൻസ് എന്താണെന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്, സെയിൽസ് വാരിയൻസസ്. അപ്പോൾ ഏതെങ്കിലും ഒരു വാരിയൻസ് ചോദിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് വാരിയൻസിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ മെറ്റീരിയലോ ലേബറോ അങ്ങനെ ഏതെങ്കിലും ഒരു വാരിയൻസും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. സോ 2 വെയിറ്റേജിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 വെയിറ്റേജ്, 4 ചോദ്യങ്ങൾ മുഴുവനായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 40 വെയിറ്റേജ് കിട്ടും. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ഇതൊക്കെ എന്താണെന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു 40 വെയിറ്റേജിൽ ഗ്രേഡ് പോയിന്റ് കിട്ടും, 40 ഗ്രേഡ് പോയിന്റ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യത്തിൽ ആദ്യത്തെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അതിൻ്റെ ലിമിറ്റേഷൻസ്, അതിൻ്റെ ഡിഫറൻസസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വിത്ത് ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് നോക്കിയിരിക്കണം. ദെൻ സെക്കൻഡ് ചാപ്റ്ററിൽ പെർഫോമൻസ് മെഷർമെൻറ്റ് എന്താണ് അതും നോക്കണം കേട്ടോ. പെർഫോമൻസ് മെഷർമെൻറ്റ് എന്താണ്, അതിലാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ചിലപ്പോൾ അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലോ പെർഫോമൻസ് മെഷർമെൻറ്റ് അങ്ങനെ ചോദിച്ചാൽ അത് എഴുതണേ, മെഷർമെൻറ്റ്. അതിൽ ഫിനാൻഷ്യലിലാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റെസിജ്വൽ ഇൻകം, ഇക്കണോമിക് വാല്യൂ ആഡഡ്, പിന്നെ അതിൽ KPI, ബാലൻസ് സ്കോർ കാർഡ്, പിന്നെ ന്യൂ ഹൊറിസോൺസിൽ വരുന്ന സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്, TQM, കൈസൺ, ദെൻ JAT, ഇതൊക്കെ എന്താണെന്ന് പഠിക്കുക.
ദെൻ കോസ്റ്റ് സെൻറ്റർ എന്താണ്, ദെൻ റിസ്ക് എന്താണ്, അതിൽ സിസ്റ്റമാറ്റിക് അൺസിസ്റ്റമാറ്റിക് ബിസിനസ് റിസ്ക് ഇതൊക്കെ നോക്കണം. പിന്നെ പല മെത്തേഡുകളിൽ റിസ്ക് അഡ്ജസ്റ്റഡ്, സെർട്ടനിറ്റി ഇക്വലൻ്റ്, സെൻസിറ്റിവിറ്റി അനാലിസിസ്, ഡിസിഷൻ ട്രീ, സിമുലേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ്, പ്രോബിലിറ്റി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താണ്, CVP അനാലിസിസ് എന്താണ്, കീ ഫാക്ടർ, BEP മാർജിൻ ഓഫ് സേഫ്റ്റി, PV റേഷ്യോ എന്താണ്, ഇതൊക്കെ നോക്കുക. ഇതിൽ ഒരെണ്ണം വേണമെങ്കിൽ ആംഗിൾ ഓഫ് ചോദിക്കാറില്ല അങ്ങനെ റിപ്പീറ്റ് ആയിട്ട്, ഇൻസിഡൻസ് എന്താണ് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ്, പലതരത്തിലുള്ള വാരിയൻസിൽ ഏതെങ്കിലും ഒരു വാരിയൻസ് എടുത്ത് ചോദിക്കുക കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് നമ്മൾ 2 വെയിറ്റേജിൻ്റെ പ്രതീക്ഷിക്കുന്ന റിപ്പീറ്റ് ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ചോദ്യങ്ങൾ കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പാർട്ട് ബിയിലെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ആ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.